കേരള ഫോക്ലോർ അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവലിന് ഇന്ന് സമാപനമാണ്. വൈവിധ്യമാർന്ന കലകളുടെയും സംസ്കാരത്തിന്റെയും സമ്മേളനത്തിന്റെ 5 ദിവസത്തിനാണ് തലസ്ഥാനം സാക്ഷിയായത്. രാജ്യാന്തര കലകളുടെ മേളയായ കേരള അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവലിന് ഇന്ന് സമാപനമാവുകയാണ്. 6 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നാടോടി നൃത്തങ്ങൾ, 5 അന്തർദേശീയ കരകൗശല സ്റ്റാളുകൾ, 16 സംസ്ഥാനങ്ങളിലെ നാടോടി കലകൾ, 14 ജില്ലകളിലെ കേരളീയ നാടൻ കലകൾ, 80 ദേശീയ കരകൗശല ഉൽപ്പന്ന സ്റ്റാളുകൾ എന്നിവ ഫെസ്റ്റിവലിനെ ജനപ്രിയമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രദർശിപ്പിച്ച ഖാനയുടെ അഖോബ നൃത്തം, ഈജിപ്ഷ്യൻ തന്യൂറ നൃത്തം, ചൈനീസ് ലയൺ ഡാൻസ്, റഷ്യൻ ബാലറ്റ് നൃത്തം കൂടാതെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, അസം, തമിഴ്നാട്, കർണാടക, ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിലെ കലാപ്രകടനങ്ങൾ കാണികളിൽ ദൃശ്യവിസ്മയമായി. പിൻതലമുറക്കാർ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങൾ പലപ്പോഴും പുതിയ ജനറേഷൻ കാണാതെ പോകുന്നുണ്ട്, അവർക്ക് അറിയാതെ പോകുന്നുണ്ട്. അത് അറിയിക്കാനുള്ള ഒരു വലിയ പ്രയത്നം കൂടിയായിട്ട് ഈ ഫെസ്റ്റിവലിൽ കാണുന്നുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. ഭയങ്കര എലഗൻസ്, ഗ്രീസ് എല്ലാം കൂടി ഭയങ്കര ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാണുന്ന എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിരുന്നു. ആറ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ സമ്പുഷ്ടമായ കലാരൂപങ്ങളാണ് കേരള ഫോക്ലോർ അക്കാദമി ഇവിടെ അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഒരു വലിയ ആരവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെയും കൂടാതെ നേപ്പാൾ, കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത പാചക വിദഗ്ധർ വൈവിധ്യമാർന്ന തദ്ദേശീയ ഭക്ഷണ പാരമ്പര്യങ്ങൾ പ്രദർശിപ്പിച്ചു. സമാപന ദിവസമായ ഇന്ന് ബ്രസീലിന്റെ സാമ്പാ നൃത്തവും സ്പെയിനിന്റെ ഫ്ലെമിംഗോ നൃത്തവുമാണ് പ്രധാന ആകർഷണം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.